ഒരു ഡിന്നർ കഴിക്കാൻ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ചെറിയൊരു പാർട്ടിയുണ്ട്. നമ്മൾ നല്ല എക്സൈറ്റ്മെൻറ്റിൽ അവിടെ ചെല്ലുന്നു. അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ എന്തോ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തു തുടങ്ങുന്നു. എന്നിട്ട് ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുന്നു, എടാ കഴിഞ്ഞ പ്രാവശ്യം പരിപാടി വെച്ചപ്പോൾ നീ വന്നില്ലല്ലോ, നമ്മളെക്കാളും വലിയ ആൾക്കാരൊക്കെ ആയി അല്ലേ എന്ന്. മറുപടിയായിട്ട് നിങ്ങൾ പറയുന്നു, എടാ അന്നൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് കള്ളമാണ്. തൊട്ട് മുമ്പത്തെ പാർട്ടിയുടെ ദിവസം നിങ്ങൾക്ക് ഒരു മെഡിക്കൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആകെ മോശം മൂഡിൽ തകർന്നിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആരോടും പറയാനും തോന്നിയില്ല. പക്ഷേ ഇന്നത്തെ ഡിന്നറിൽ ആ റൂമിൽ വേറെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്ന ഒരാൾ. ചുറ്റും കൂടി ഈ ആളുകളൊക്കെ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോഴും അയാൾ ഒന്നും പറഞ്ഞില്ല. പ്ലേറ്റ് എടുത്ത് വെക്കുന്നത് പോലെ, തിരക്കുള്ളതുപോലെ മിണ്ടാതെ അവിടെ നിന്നു. അങ്ങനെ പാർട്ടിയെല്ലാം നോർമലായിട്ട് കടന്നുപോയി. ആരോടും വലിയ ദേഷ്യമൊന്നും തോന്നിയില്ല. കാരണം എന്താണ്? നമ്മുടെ ഈ ബാക്ക് സ്റ്റോറി ഒന്നും അവിടെയുള്ള ആർക്കും അറിയില്ലല്ലോ. പക്ഷേ അന്ന് രാത്രി തിരികെ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ നിങ്ങൾ ഓർത്തത് ചോദ്യം ചോദിച്ചവരെയോ ചോദ്യം ചെയ്തവരെയോ ഒന്നുമല്ല, ആ മിണ്ടാതെ നിന്ന ആളെയാണ്. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ അയാളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇങ്ങനെ ഒരു സെനാരിയോ നമ്മുടെയൊക്കെ ലൈഫിൽ വന്നാൽ ആ റൂമിൽ നമ്മൾ ഏറ്റവും തെറ്റായിട്ട് റീഡ് ചെയ്യാൻ പോകുന്നത് അയാളെ ആയിരിക്കും. നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചെറിയൊരു കാര്യം. ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന കാര്യം, വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത വലിയൊരു ശതമാനം ആളുകൾ എൻ്റെ ചാനൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്നുള്ള കാരണം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ എനിക്ക് ആ കാര്യം കൂടെ എൻ്റെ ചാനലിൽ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇനി അതല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോയതാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇതിപ്പോൾ എടുക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ആദ്യം ഞാനൊരു കണക്ക് പറയാം. നമ്മൾ മനുഷ്യർ ഓൺ ആൻഡ് ആവറേജ് സത്യം പറയുന്നവരെ 61% കൃത്യമായിട്ട് തിരിച്ചറിയും. പക്ഷേ കള്ളം പറയുന്നവരെ 47% മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. അതായത് ആരെയെങ്കിലും വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ മുഖം നോക്കി തീരുമാനിക്കുമ്പോൾ നമ്മൾ പകുതി സമയവും തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ആളുകളെ വിശ്വസിക്കുക എന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജി റിവ്യൂവിൽ വന്ന ഒരു പഠനമാണ്. കേരള കോണ്ടെക്സ്റ്റിൽ ആളുകളുടെ ഈ കണ്ണടച്ചുള്ള വിശ്വാസം പറയാൻ ഒരൊറ്റ എക്സാമ്പിൾ മതി. 2025 ജൂൺ മുതൽ 2026 മെയ് വരെ ഒരൊറ്റ വർഷം കേരളത്തിൽ സൈബർ ഫ്രോഡ് വഴി ആൾക്കാർക്ക് നഷ്ടപ്പെട്ടത് 801 കോടി രൂപയാണ്. 44,653 കേസുകൾ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഫോണിൽ മാത്രം സംസാരിച്ച ആൾക്കാർ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അടിച്ചു കൊണ്ടുപോയ പൈസയാണ് ഇത്രയും. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് ചില ആൾക്കാരെ പറ്റി പറയാം. നമ്മൾ പറയാറില്ലേ മുഖം മൂടി ഇട്ട ആൾക്കാർ എന്നൊക്കെ. സത്യത്തിൽ മുഖം മൂടി ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യർ പോലും ഇല്ല. നമ്മുടെ ബോസിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ വേറൊരാളാണ്, നമ്മുടെ അമ്മയുടെ മുന്നിൽ വേറൊരാളാണ്. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെ ശരിക്കും നമ്മളെപ്പോലെ തന്നെയാണോ പെരുമാറിയത്? അപ്പോൾ ചോദ്യം ആളുകൾക്ക് മുഖം മൂടി ഉണ്ടോ എന്നതല്ല, എല്ലാവർക്കും ഉണ്ട്. ചോദ്യം ആ മുഖംമൂടിക്ക് പിന്നിൽ ശരിക്കും എന്താണ് എന്നുള്ളതാണ്. നമ്മളിൽ മിക്ക ആളുകളുടെയും മുഖംമൂടി എന്ന് പറയുന്നത് മര്യാദയുടെ ഒരു മാസ്കാണ്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആളുകളോട് നന്നായിട്ട് പെരുമാറുക എന്നത് ഒരു മാസ്ക് അല്ല, അതൊരു സോഷ്യൽ ബിഹേവിയറിൻ്റെ ഭാഗമാണ്. ഇനി ഇതൊന്നുമല്ല, ചില ആളുകൾ ചമ്മൽ കൊണ്ടായിരിക്കാം, അവർ ഷൈ ആയതുകൊണ്ടായിരിക്കാം, അവർക്ക് തുറന്ന ആളുകളോട് സംസാരിക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇതൊന്നും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു മാസ്ക് അല്ല. പക്ഷേ ചിലരുടെ മുഖംമൂടി അവരുടെ ശരിക്കുള്ള പേഴ്സണാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി മറയ്ക്കാൻ അവർ യൂസ് ചെയ്യുന്ന ഒരു മാസ്ക് ആയിരിക്കും. ഈ മാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നത് വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ തോന്നൽ വെച്ചാണ് ഈ മുഖം മൂടി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ആ ആളൊരു നല്ല ആളായിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ആ ചിരിയിൽ എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അയാളുടെ സംസാര രീതി അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ 47%. അതായത് പകുതി സമയവും അത് തെറ്റായിരിക്കും എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. നമ്മളൊരു കണക്ക് നോക്കാൻ പോവുകയാണ്. പക്ഷേ അവരുടെ കണക്കല്ല, നമ്മളുടെ കണക്ക്. ആ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയില്ലേ, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അങ്ങനെ ആ ഡിന്നർ കഴിച്ചു, നമ്മൾ വീട്ടിലേക്ക് എത്തി, കിടന്നു, ഉറങ്ങിയില്ല. നമ്മളോട് ചോദിച്ച ആ ചോദ്യം വീണ്ടും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. നമ്മളെക്കാൾ വലിയ ആളുകളൊക്കെ നിനക്കായില്ലേ എന്നുള്ള ചോദ്യം. എന്നിട്ട് നമ്മൾ ഉള്ളിലൊരു മറുപടി ഉണ്ടാക്കി. ആ ഡിന്നറിൻ്റെ അന്ന് ആ ചോദിച്ച ആളോട് പറയാൻ പറ്റാതിരുന്ന, എന്നാൽ ആ ചോദ്യത്തിന് ഏറ്റവും നല്ല ഒരു മറുപടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. പിറ്റേ ദിവസം കുളിക്കുമ്പോൾ വീണ്ടും നമ്മൾ ആ മറുപടി ബെറ്റർ ആക്കുന്നു. അന്ന് പറയാൻ സാധിക്കാത്ത മറുപടി നമ്മൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു, കുറച്ചും കൂടി ഷാർപ്പായിട്ട്. ഇത് നിങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. പതിയെ പതിയെ നല്ല ഒരു ഉത്തരം നമ്മൾ ഉണ്ടാക്കുമെങ്കിലും
അന്ന് എനിക്കത് പറയാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ആ ചോദ്യം ചോദിച്ച ആളുണ്ടല്ലോ, അയാൾ ഡിന്നർ കഴിഞ്ഞ് പുറത്തിറങ്ങി ഗേറ്റ് കടന്നു, ബൈക്കിലോ കാറിലോ കയറി വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അയാൾ ആ ഡിസ്കഷൻ ഓർക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. അയാൾ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയത് വെറും 3 മിനിറ്റോ 5 മിനിറ്റോ ആയിരിക്കും. പക്ഷേ നമ്മൾ അയാൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ചിലപ്പോൾ 6 മാസമായിരിക്കും, അതല്ലെങ്കിൽ 1 കൊല്ലമായിരിക്കും. ഇതാണ് ശരിക്കും ഇവിടെയുള്ള നഷ്ടം. വാടക കൊടുക്കാതെ റെൻറ്റ് ഫ്രീ ആയിട്ട് അയാൾ നമ്മുടെ തലയിൽ 1 കൊല്ലത്തോളം താമസിച്ചു എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഇത് നിർത്താൻ പറ്റാത്തത്? നമുക്കെല്ലാവർക്കും നമ്മളെ പറ്റിയുള്ള മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് ഒരു വല്ലാത്ത ഇഷ്ടമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20-30 കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന് ഒരു റെലവൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി ആവാം അന്ന് ഒരു നാട്ടിൽ നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം അതൊരു അഭിപ്രായം മാത്രമല്ല, അതായിരുന്നു അന്നത്തെ ആളുകളുടെ കല്യാണം, അതായിരുന്നു അവർക്ക് കടം കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഡിസിഷൻ, അതായിരുന്നു അവർക്കൊരു ജോലി കിട്ടുമോ എന്നത് തീരുമാനിക്കുന്നത്. നാട്ടിൽ ഒരാൾക്ക് നിങ്ങളെപ്പറ്റി മോശം അഭിപ്രായം ഉണ്ടായാൽ അത് നിങ്ങളുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറ്റിയേക്കും, ഉറപ്പായിട്ടും മാറ്റിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലങ്ങളായി, വർഷങ്ങളായി ആ പേടി മനുഷ്യർക്ക് ന്യായമായി ഉണ്ടായിരുന്നു. അത് ബുദ്ധിപരമായൊരു തീരുമാനം തന്നെയാണ് നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം ഉണ്ടാക്കുക എന്നത്. പക്ഷേ ഇന്ന് എന്താണ് അവസ്ഥ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഞാൻ മേളിൽ പറഞ്ഞ പലതും ഇങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായമായിട്ട് ബന്ധമില്ല. അത് ലോൺ കിട്ടുന്നതാണെങ്കിലും, ജോലി കിട്ടുന്നതാണെങ്കിലും, സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതാണെങ്കിലും, കല്യാണം നടക്കുന്നതാണെങ്കിലും, ഇതിനൊന്നും. അപ്പോൾ എക്സ്പയർ ആയിപ്പോയ ആ ഒരു അഭിപ്രായ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ എനർജി ഇന്നും വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ടൊരു ചെറിയ കാൽക്കുലേഷൻ നമുക്ക് തലയിൽ തന്നെ ചെയ്തു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ്? അഭിപ്രായം പറയാൻ പറ്റുന്നവർ, അതല്ലെങ്കിൽ അഭിപ്രായം പറയാൻ ഒരു വേദിയുള്ളവർ അല്ല. അഭിപ്രായം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കാൻ പറ്റുന്നവർ, നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ബോസ്, കൂടെ ജോലി ചെയ്യുന്ന 1-2 ആളുകൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഒന്ന് എണ്ണം എടുത്ത് നോക്കൂ, എത്ര പേരുണ്ട്? 4 പേരോ 5 പേരോ, അതല്ലെങ്കിൽ 6 പേരോ 7 പേരോ? ആ 6 പേരുടെ അഭിപ്രായം ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ കേൾക്കണം. അവർ കുറ്റം പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം, നമ്മളതൊന്ന് അനലൈസ് ചെയ്യണം. പക്ഷേ ബാക്കിയുള്ളവരുടെ അഭിപ്രായം അതെന്താണ്? അത് വെതർ പോലെയാണ്, അല്ലെങ്കിൽ കാലാവസ്ഥ പോലെയാണ്. അത് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുമാത്രമല്ല, അത് പലപ്പോഴും വേറെ ഒരു സിറ്റിയിലെ കാലാവസ്ഥ പോലെയാണെങ്കിലോ? ഒരാൾക്ക് നിങ്ങളെപ്പറ്റി ഒരു മോശം അഭിപ്രായം ഉണ്ട് എന്ന് കരുതുക. ശരി, അത് അയാളുടെ തലയിലുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു പാത്ത് വേ ഉണ്ട് എങ്കിൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ ഒരു പാത്ത് വേ ഇല്ല എങ്കിൽ അതൊരു അഭിപ്രായമല്ല, അത് വെറും നോയ്സ്, അതല്ലെങ്കിൽ വെറും ശബ്ദം മാത്രമാണ്. അതിനെ അങ്ങനെ തന്നെ നമുക്ക് ഇഗ്നോർ ചെയ്യാം, വേറെ ഒരു സിറ്റിയിലെ വെതർ അപ്ഡേറ്റ് പോലെ. ഇനി നമുക്ക് ആ ഡിന്നറിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ആ റൂമിൽ നമ്മളൊരു കള്ളം പറഞ്ഞു, അന്നൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന്. എന്തിനായിരുന്നു നമ്മൾ ആ കള്ളം പറഞ്ഞത്? നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ആ 4-5 പേരടങ്ങുന്ന ആ ഒരു ലിസ്റ്റ്, ആ ഡിന്നറിലുണ്ടായിരുന്ന 15 പേരോ 20 പേരോ, അതിൽ എത്ര പേര് ആ ലിസ്റ്റിലുണ്ടായിരുന്നു? ചിലപ്പോൾ 1-2 ഉണ്ടായേക്കാം, ഒരുപക്ഷെ ആരും ഉണ്ടായില്ല എന്നും വന്നേക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷയം നമ്മൾ ആ ദിവസം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. കാരണം അവിടെയുള്ളവരുടെ അഭിപ്രായമോ അവിടെയുള്ളവരോട് ഇത് പറയാനോ ഉള്ള അടുപ്പം നമുക്ക് അവരോട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തതിൽ പ്രത്യേകിച്ച് തെറ്റുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് നമ്മളെ ഏത് തരത്തിലും ജഡ്ജ് ചെയ്യാം, അത് നമ്മളെ അഫക്റ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. പക്ഷേ നമ്മളിതൊക്കെ മനസ്സിലാക്കിയാലും ഒരു ട്രാപ്പിൽ ഇടയ്ക്ക് നമ്മൾ അറിയാതെ വീണു പോകും. ഞാൻ ആ ട്രാപ്പിൽ വീണ് തന്നെയാണ് പഠിച്ചത്. ഞാൻ പറയാം, ഒരാൾ നമ്മളെപ്പറ്റി തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിശദീകരിക്കാൻ പോകും, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകും, ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ഒരു അവസരം നോക്കി അതങ്ങനെയല്ല സംഭവിച്ചത്, ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കും. ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വളരെ ഓക്വേർഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ എക്സ്പ്ലനേഷൻ മിക്കപ്പോഴും ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ആ വിശദീകരണത്തോടെ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കുകയാണ്, അയാൾക്ക് നിങ്ങളെ വിധിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയാതെ പറയുകയാണ്. നമ്മൾ ആ കോടതിയിൽ പോയി ഹാജരാവുകയാണ്. അവിടെ നമ്മൾ ഹാജരായതോടുകൂടി തന്നെ ആ കോടതിയെ അംഗീകരിച്ചതുപോലെയായി. നമ്മൾ പോകേണ്ടിയ ആവശ്യം പോലും ഇല്ലാതിരുന്ന ഒരു ട്രയലിന് നമ്മൾ പോയതാണ് നമ്മൾ ചെയ്ത ആദ്യത്തെ മിസ്റ്റേക്ക്. ആ ട്രയലിൽ നമ്മൾ തോക്കുന്നത് അതിൻ്റെ ഒരു ഔട്ട്കം മാത്രമാണ്. ഈസിലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇവിടെ ആർക്കും തോന്നുന്ന ഒരു സംശയമുണ്ട്, ന്യായമായ സംശയമാണ്.
അപ്പോൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ആരെയും പരിഗണിക്കാതെ ഒരു അഹങ്കാരിയായിട്ട് ജീവിക്കാനാണോ പറയുന്നത്? അങ്ങനെയല്ല. അവിടെ ഒരു വ്യത്യാസമുണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ പറയാം. ഒരാളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതും അയാളുടെ ജഡ്ജ്മെൻറ്റിന് ഇരുന്ന് കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങളുടെ അമ്മാവന് നിങ്ങളെ ഇഷ്ടമായിരിക്കും. അയാൾക്ക് സുഖമില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോയി ആരെ കണ്ടേക്കാം, പണം വേണമെങ്കിൽ കൊടുത്തേക്കാം. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജോലിയെപ്പറ്റി അയാൾ പറയുന്ന അഭിപ്രായം നിങ്ങൾ എടുക്കണം എന്നല്ല. ഇനി ആ ഡിന്നറിലേക്ക് അവസാനമായിട്ട് ഒരു തവണ ഇവിടെ നമുക്ക് പോവാം. ആ റൂമിൽ ഒരാളുണ്ടായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞ മിണ്ടാതെ നിന്ന ആ ആൾ. നമ്മൾ അന്ന് രാത്രി അയാളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ ദേഷ്യപ്പെട്ടു. അയാൾ എന്ത് ചെയ്തു എന്ന് നമുക്കൊന്ന് നോക്കാം. അയാൾ ആരെയും ആക്രമിക്കാൻ വന്നില്ല, ആരോടും വിശദീകരിച്ചില്ല, നിങ്ങളോട് പോലും ഞാൻ നിന്റെ ഭാഗത്താണെന്ന് പറയാനും നിന്നില്ല. പിന്നീട് അയാൾ നമുക്കൊരു മെസ്സേജും അയച്ചില്ല, ഇതിനെപ്പറ്റി സംസാരിച്ചുമില്ല. അയാൾ ചെയ്തത് ആ റൂമിൽ നിൽക്കുന്ന എല്ലാവരെയും അവരുടെ വഴിക്ക് വിട്ടു, നമ്മളെ ഉൾപ്പെടെ. അയാളെപ്പറ്റി നമ്മൾ എന്ത് വിചാരിച്ചാലും മറ്റുള്ള ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ഒരു പ്രശ്നമില്ല, വിചാരിക്കുന്നത് വിചാരിച്ചോട്ടെ എന്ന് കരുതി അയാൾ എല്ലാവരും വെറുതെ വിട്ടു. ആ റൂമിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു, അയാൾ ഒഴികെ. പക്ഷേ എന്നിട്ടും നമ്മൾ അന്ന് രാത്രി ദേഷ്യപ്പെട്ടത്, അതായത് ഉള്ളിൽ ദേഷ്യപ്പെട്ടത് ആ റൂമിൽ നമ്മളെ വിധിക്കാതിരുന്ന ഒരേ ഒരാളോടാണ്. ഈ ഡിന്നർ ഇൻസിഡൻറ്റ് പോലെ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻസിഡൻ്റ് ആയിരിക്കും ഇപ്പോൾ ഓർമ്മ വന്നത്. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അയാളുടെ കാര്യം നോക്കി എന്നതിനപ്പുറം പ്രത്യേകിച്ച് ഒരു തെറ്റും അവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയുടെ ക്രക്സിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ പരിപാടിയൊന്നും വേണ്ട, 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. 1, വിശദീകരിക്കുന്നത് നിർത്തുക. ഒരാൾക്ക് നമ്മളെപ്പറ്റി തെറ്റായിട്ടുള്ള ധാരണയുണ്ടോ എന്ന് കരുതുക, ഉണ്ടാവട്ടെ. ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, ആ ആൾ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കും? ഉത്തരം ഒന്നുമില്ല എന്നാണെങ്കിൽ ആ മെസ്സേജ് അയക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. 2, നമ്മുടെ തലയിൽ തന്നെ മറുപടി ഉണ്ടാക്കുന്ന പരിപാടി നിർത്തുക. കുളിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, കിടക്കുമ്പോൾ നിങ്ങൾ അയാളോട് വാദിക്കുന്നുണ്ട് എങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ആ വാദം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആ മറുപടി നമ്മൾ ഒരിക്കലും അയാളോട് പറയാനും പോകുന്നില്ല, പറയാനുള്ള അവസരം വരാനും പോകുന്നില്ല. അത് വെറും വാടകയില്ലാതെ അയാളെ നമ്മുടെ തലയിൽ ജീവിപ്പിക്കുന്ന പരിപാടിയാണ്. ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാത്തിനും ഒരു സിനിമയുടെ എൻഡിങ് പോലെ ഒരു എൻഡിങ് വേണമെന്നില്ല. ചിലതൊക്കെ എൻഡില്ലാതെ പോയേക്കാം, ആൻഡ് ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ. ഇനി 3, നമ്മുടെ ചിരി അതേപോലെ നിർത്താൻ ശ്രമിക്കുക. ഇത് ഞാനും ഇന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുമോ എന്നറിയില്ല, പക്ഷേ ഐഡിയലി നമ്മൾ ചെയ്യേണ്ടത് ആരെയും ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ്. ഉറപ്പായിട്ടും ഈ കാര്യം ഞാൻ ഇന്നും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ സ്ഥിരം ആളുകളെ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നത് നമ്മുടെ അടുത്തൊരു കൂട്ടുകാരനായിരിക്കാം, നമ്മുടെ കസിനായിരിക്കാം, നമ്മുടെ റിലേറ്റീവ് ആയിരിക്കാം, അയൽവക്കത്തെ ആളായിരിക്കാം. ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം കാണുമ്പോൾ സംസാരിക്കുക, സഹായം ചോദിച്ചാൽ പറ്റുമെങ്കിൽ ചെയ്യുക. പുതിയതായിട്ട് ഉള്ള ഇൻഫർമേഷൻ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കുക. നമ്മുടെ പ്ലാനുകൾ, നമ്മുടെ വീട്ടിലെ കാര്യം, നമ്മുടെ കാശിൻ്റെ കാര്യം, ആ വാതിൽ മുഴുവനായിട്ട് അടയ്ക്കുക. ഇനി ഒരു കാര്യം കൂടെ, ഇതെല്ലാവർക്കും ബാധകമല്ല. ഒരു വീട്ടിൽ കയറി വന്ന് കയ്യേറ്റം ചെയ്യുന്ന ഒരാൾ, അതായത് വയലൻസ് കൊണ്ടുവരുന്ന ഒരാൾ, ബലം കാണിച്ച് കാര്യം നടത്തുന്ന ഒരാൾ, അയാളോട് നമ്മൾ ഒരിക്കലും സ്മൂത്ത് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചിരിക്കേണ്ട ആവശ്യവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളോട് നമ്മൾ കൈ കാണിക്കേണ്ടതായിട്ടോ സംസാരിക്കേണ്ടതായിട്ടോ ആവശ്യമൊന്നുമില്ല. ഞാൻ ലോകത്തിൻ്റെ രാജാവാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു ക്ലൗൺ മാത്രമാണ് അയാൾ. അങ്ങനെയുള്ള ആളുകളെ ടോട്ടലി ഇഗ്നോർ ചെയ്യുക. ബലം കാണിക്കുന്ന ആൾക്ക് ഒരു കാര്യം മാത്രമാണ് വേണ്ടത്, അയാളെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യം അവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു കാര്യം, ഒരാൾ നമ്മളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ പോകട്ടെ. നിങ്ങളെപ്പറ്റി ഒരാൾക്ക് മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. നിങ്ങളോട് ഒരാൾ മിണ്ടുന്നില്ലെങ്കിൽ മിണ്ടണ്ട. നാളെ രാവിലെ നിങ്ങൾ എഴുന്നേക്കും, ജോലിക്ക് പോകും, കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയെ സ്കൂളിൽ വിടും, EMI ഉണ്ടെങ്കിൽ EMI അടയ്ക്കും. ഇതിലൊന്നും അയാളുടെ അഭിപ്രായം വരുന്നില്ല, അയാളുടെ പ്രസൻസും വരുന്നില്ല. ഒരിടത്ത് മാത്രം അത് വരുന്നുണ്ട്, നമ്മുടെ തലയിൽ റെൻറ്റ് ഫ്രീ ആയിട്ട് ജീവിക്കുമ്പോൾ. നമ്മുടെ തല, നമ്മുടെ ബ്രെയിൻ, അത് നമ്മുടേതായതുകൊണ്ട് തന്നെ അവിടെ ആരെ കയറ്റണം, അവിടെ ആരെ താമസിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇന്ന് രാത്രി ഒരേ ഒരു കാര്യം മാത്രം ചെയ്യുക. കുറച്ച് നാളായി നിങ്ങളുടെ തലയിൽ ഒരു വാടകയും കൊടുക്കാതെ താമസിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അവരെ എല്ലാവരും ഇപ്പം തന്നെ ഇറക്കി വിടുക. ഈ വീഡിയോ ഇവിടെ വരെ കണ്ട നിങ്ങൾ എല്ലാവരും കമൻറ്റിൽ എന്നോട് ഒരു നമ്പർ മാത്രം പറയുക. ഒരു നമ്പർ മാത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? 2, 3, 5, എത്രയാണെങ്കിലും ആ നമ്പർ താഴെ പറയാം. ഈ വീഡിയോ ഇവിടെ വരെ കാണാത്ത ആളുകൾക്ക് ആ നമ്പർ എന്താണ് എന്ന് പോലും മനസ്സിലാവേണ്ട. ഇത് നമ്മുടെ ഇടയിലുള്ളൊരു രഹസ്യമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ട ആളുകളോടെല്ലാം നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.